ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഫ്രണ്ട് ഭാഗം മാത്രം, ബാക്കിൽ ചുരിദാർ കട്ട് നൈറ്റിയുടെ മോഡൽ തന്നെ. ഫ്രണ്ടിൽ നമുക്കൊരു ചെറിയ കുറേശ്ശെ പ്ലീറ്റ് ഇട്ടിട്ടുള്ളൊരു യോക്ക് ഭാഗമൊക്കെ ആക്കിയിട്ടുള്ളൊരു എൻ സ്റ്റൈൽ മോഡൽ നൈറ്റി തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ഒരു ബോക്സ് കട്ടിങ്ങിൻ്റെയും ഇതേപോലത്തെ ഒരു കട്ടിങ്ങിൻ്റെ കാണിച്ചിട്ടുണ്ട്. അതിന് കുറച്ചും കൂടി വ്യത്യാസമുണ്ട്. ഇതും വേറൊരു ടൈപ്പിലുള്ള നല്ലൊരു മോഡലാണ്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഒരു മോഡലാണ് കേട്ടോ. നല്ലൊരു ഡിസൈനാണ്. അപ്പോൾ ബാക്കിൽ എ ലൈൻ പോലെ ചുരിദാർ കട്ട് നൈറ്റി, ഫ്രണ്ടിലാണ് ചെറിയൊരു വ്യത്യാസം വരണം കേട്ടോ. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇപ്പോൾ 290 നൈറ്റി മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അതിനെ നീളത്തിൽ മടക്കിയിട്ട് ഇതേപോലെ നീളത്തിൽ മടക്കി ഈ ഭാഗം കണ്ട ഇതേപോലെ ഇങ്ങനെ ഇട്ടേക്കണം കേട്ടോ. എന്നാലേ നമുക്ക് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആക്കി വേഗം എടുക്കാൻ പറ്റുള്ളൂ. ഒന്നിച്ചിട്ട് നാലാക്കി മടക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിന് വേണ്ടി നീളത്തിൽ മടക്കിയിട്ടാണ് പിന്നെ ഇതേപോലെ നാലാക്കി മടക്കിയിട്ടേക്കണത് കേട്ടോ. അപ്പോൾ 290 നൈറ്റി മെറ്റീരിയൽ ഫോൾഡ് ചെയ്ത ഭാഗം നമ്മുടെ ഭാഗത്തേക്കും വരണം, തേരുവശം ഇതേപോലെ ഈ ഭാഗത്തേക്കും വരണം. അപ്പോൾ അതൊക്കെ അറിയാൻ പറ്റുമല്ലോ. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞോ കേട്ടോ. അറിയാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും ഇപ്പോൾ എല്ലാം അറിഞ്ഞിരിക്കണമെന്നില്ലല്ലോ. നമ്മളെ അറിയാത്തവർക്കും കൂടി വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ഇതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയണതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നവർ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് പറ്റാവുന്നവരുടെ ഇതിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് യൂസ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിച്ചോ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്നൊരു സൈസുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടി ഞാൻ പറഞ്ഞോട്ട് ഇതേപോലെ തുണി മടക്കിയിട്ടിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ ഇതേപോലെ നമ്മളുടെ ഷോൾഡറിൻ്റെ ഈ ഭാഗത്തുനിന്ന് 8 ഇഞ്ച് 7.5 ഇഞ്ചാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു 1/2 ഇഞ്ച് കൂട്ടിയിട്ടിട്ടാണ് നമ്മളിവിടെ ഷോൾഡർ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ 7.5 ഇഞ്ചാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഒരു 1/2 ഇഞ്ച് കൂട്ടിയിടുക, എന്നിട്ട് 8 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അതെന്താണ് ഈ 1/2 ഇഞ്ച് അവിടെ കൂടുതലും ഇടണമെന്നുള്ളതും കാണാം കേട്ടോ. അപ്പോൾ 7.5 ഇഞ്ചിന് ഷോൾഡർ 7.5 ഇഞ്ചാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ 8 ഇഞ്ചാണ് ഇവിടെ അടയാളപ്പെടുത്തേണ്ടത് കേട്ടോ. എന്നാലും സ്റ്റിച്ച് ചെയ്യുമ്പോൾ 7.5 ഉണ്ടാവുള്ളൂ. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കഴുത്തിൻ്റെ ഭാഗം നമ്മളിവിടെ 2.5-2.25 ഇഞ്ചോളം അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് താഴെ നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ താഴേക്ക് ടേപ്പ് വെക്കുക. ആ 2.25 ഇഞ്ചിൽ നിന്ന് താഴേക്ക് ടേപ്പ് വെച്ചിട്ട് ഒരു 3 ഇഞ്ചും ബാക്കിലെ കഴുത്ത് ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇനി 3.5 കുഴപ്പമില്ല. ഫ്രണ്ട് കഴുത്ത് 6 ഇഞ്ച് അടയാളപ്പെടുത്തുക. മനസ്സിലായ? 3 ഇഞ്ച് ബാക്കിലെ കഴുത്ത്, 6 ഇഞ്ച് ഫ്രണ്ട് കഴുത്ത് അടയാളപ്പെടുത്തുക. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഇങ്ങനെ വരച്ച് 6 ഇഞ്ചിൻ്റെ അവിടെയും 3 ഇഞ്ചിൻ്റെ അവിടെയും കൊണ്ട് നിർത്തി ഇതേപോലെ ബോക്സ് രൂപത്തിലാക്കി വരച്ചിട്ട് ബാക്ക് കഴുത്ത് നമ്മളെന്താ ചെയ്യണം? ബാക്ക് കഴുത്ത് യു ഷേപ്പിൽ വരച്ചു കൊടുക്കുക. ഫ്രണ്ട് കഴുത്തും യു ഷേപ്പിൽ വരക്കുക. യു ഷേപ്പ് വരച്ചു കൊടുത്ത് ഇനി നമുക്ക് എന്താ ചെയ്യണത്? ഇനി ഈ ഒരു ഫോൾഡ് ചെയ്ത് ഈ ഭാഗത്തുനിന്ന് തന്നെ ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് ഒരു ഷോൾഡറിൻ്റെ ഈ ഭാഗത്തേക്ക് ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് 5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഇവിടെ അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ. തെളിഞ്ഞ് കാണുന്നുണ്ടോ? 5 ഇഞ്ച് അടയാളപ്പെടുത്തി. ഈ ഫോൾഡ് ചെയ്ത ഈ ഭാഗത്തുനിന്ന് ടേപ്പ് ഇതേപോലെ വെച്ച് 5 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇനി ആ 5 ഇഞ്ച് അടയാളപ്പെടുത്തിയതിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ടേപ്പ് വെച്ചിട്ട് ഒരു 11 ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. 11 ഇഞ്ച് അടയാളപ്പെടുത്തി. അത് നമ്മൾ ഇവിടെ ഒരു ബോക്സ് രൂപത്തിലാക്കിയാണ് വരച്ചു കൊടുത്തത് കേട്ടോ. 11 ഇഞ്ച് ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നമുക്കിനി സ്ലീവ് വേണ്ടേ? അപ്പോൾ സ്ലീവിൻ്റെ ഭാഗത്ത് നമ്മൾ ഈ ഷോൾഡർ 8 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടില്ലേ, ആ കൈക്കുഴി അടയാളപ്പെടുത്തണ്ടേ നമുക്ക് അതിന് മുമ്പായിട്ട്. അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഇതേപോലെ 7.5 ഇഞ്ചാണ്
നമുക്ക് ഷോൾഡർ വേണ്ടത് നമ്മളിവിടെ കൂട്ടി ഇവിടെ ഒരു കട്ടിങ് വരുന്നാറും കൂട്ടിയിട്ടിട്ടാണ് ഇവിടെ 8 ഇഞ്ചാക്കി കൊടുത്തത്. അപ്പോൾ ഷോൾഡർ എത്രയാണ് എടുക്കുന്നത് അത് തന്നെയാണ് നമ്മളുടെ കൈക്കുഴി നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ 7.5 ഇഞ്ച് കൈക്കുഴി എടുക്കുക. 7.5 ഇഞ്ച് കൈക്കുഴി എടുത്ത് കണ്ടോ. ഈ ഷോൾഡർ നമ്മൾ അടയാളപ്പെടുത്തി അതേ ഭാഗത്തു നിന്ന് തന്നെ 7.5 ഇഞ്ച് കൈക്കുഴി എടുത്ത് അത് അടയാളപ്പെടുത്തി അത് കഴിഞ്ഞ് നമ്മൾ ചെസ്റ്റ് അളവ് നമ്മൾ എടുക്കണം. ചെസ്റ്റ് അളവ് ഞാനിവിടെ 12 ഇഞ്ച് 12.5 ഇഞ്ചോളം എടുക്കുന്നുണ്ട് കേട്ടോ. 11.5 ഇഞ്ചാണ് നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ വരേണ്ടത്. 12.5 ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ്. അതേപോലെ തന്നെ നമ്മൾ സാധാരണ നൈറ്റി കട്ടിന് ചെയ്യണ കൂട്ട് തന്നെ ആ നൈറ്റി കട്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് ഒരു ചെറിയ മോഡൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു 14.5 ഇഞ്ചോളം ഇതേപോലെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് പിടിച്ചിട്ട് നമ്മളുടെ വേസ്റ്റ് അളവും നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്ത് ആ 12.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തിയപ്പോൾ ഇവിടെ 11.5 ഇഞ്ച് തയ്യൽ തുമ്പടക്കം 11.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി. എന്നിട്ട് ഈ വേസ്റ്റിൻ്റെ അവിടെ നിന്ന് ഷേപ്പിൻ്റെ അങ്ങോട്ടേക്ക് വരച്ച് ഇനി ഈ ഹിപ്പിൻ്റെ അടയാളം നമ്മൾ സാധാരണ എങ്ങനെ അടയാളപ്പെടുത്തണം. ഇതിപ്പോൾ ഹിപ്പിൻ്റെ അടയാളം അടയാളപ്പെടുത്തണില്ല കേട്ടോ. ഇതേപോലെ വേസ്റ്റിൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന് ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് ഇതേപോലെ വേസ്റ്റിൻ്റെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇതേപോലെ അങ്ങോട്ട് ഫ്രീ സൈസായിട്ട് നമ്മൾ അങ്ങോട്ട് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത്തിരി ലൂസായിട്ട് കിടന്നോട്ടെ എന്നുള്ള നിലക്ക് അങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. ഹിപ്പ് എടുക്കണില്ല കേട്ടോ. അപ്പം നമ്മളത് കഴിഞ്ഞ് ഇനി നമ്മൾ കൈക്കുഴിയുടെ ഇത് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടില്ലല്ലോ. അതിന് വേണ്ടി നമ്മൾ ഈ കോർണറിൽ നിന്ന് ഒരു 1.5 ഇഞ്ചോളം ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. 1.5 ഇഞ്ചോളം ഈ കോർണറിൽ നിന്ന് അടയാളപ്പെടുത്തിയിട്ട് ഈ ഷോൾഡറിൻ്റെ മുകളിൽ നിന്ന് ഇതേപോലെ കൈക്കുഴി വരച്ച് നമ്മളുടെ ചെസ്റ്റ് അളവിൻ്റെ അങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇത്രയും നമ്മളുടെ ഇതൊക്കെ സാധാരണ നൈറ്റി കട്ടിൻ്റെ അളവെടുക്കണ പോലെ തന്നെയാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇനി എത്രയാണ് നമുക്കിനി സ്ലീവിൻ്റെ ഇറക്കം വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എത്ര ഇഞ്ച് കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ 8.5 ഇഞ്ചാണ് ഇവിടെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആ 8.5 ഇഞ്ച് നമ്മളിവിടെ എടുക്കണുണ്ട്. 8.5 ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി. അത് കഴിഞ്ഞ് ഈ 8.5 ഇഞ്ചിൻ്റെ മധ്യഭാഗത്ത് നമ്മൾ 4.25 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് താഴേക്ക് 9 ഇഞ്ച് കൈയുടെ സ്ലീവിൻ്റെ വീതി അടയാളപ്പെടുത്തി അതൊന്ന് വരച്ചു കൊടുത്ത് താഴെ 8 ഇഞ്ച് അടയാളപ്പെടുത്തി താഴെ കൈയുടെ താഴെ വണ്ണം 8 ഇഞ്ച് അടയാളപ്പെടുത്തി അതും വരച്ചു കൊടുത്ത്. അപ്പോൾ 8 ഇഞ്ചിന് ഒരു 7 ഇഞ്ച് മതി സ്റ്റിച്ച് ചെയ്യുമ്പോൾ 7 + 1 8 ഇഞ്ച് തയ്യൽ തുമ്പ് അടക്കമാണ്. 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടും താഴെ. അതിന് വേണ്ടിയിട്ടാണ് 8 ഇഞ്ച് എടുത്തത്. ഇവിടെ 8.5 ഇഞ്ച് 8 ഇഞ്ച് മതി. 1 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് നമ്മൾ 9 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി നമ്മളിവിടെ ഈ 8.5 ഇഞ്ച് അടയാളപ്പെടുത്തി വെച്ചിട്ടില്ലേ കൈയുടെ ആ സ്ലീവിൻ്റെ ആ ഭാഗത്തുനിന്ന് ഇതേപോലെ ഇട്ട് നമ്മളൊന്ന് ഈ ഒരു 9 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടില്ല ആ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് നിർത്തി ഇതേപോലെ ഒരു ഷേപ്പ് ഇങ്ങനെ കൈയുടെ മുകൾ ഭാഗത്തെ ഷേപ്പ് നമ്മൾ വരച്ചു കൊടുത്ത്. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് സ്ലീവും ഇതാക്കാം. ഈ കൈക്കൂടെ അവിടെയും ഇതൊക്കെ അങ്ങോട്ട് വെട്ടിയാണ്ട് മാറ്റാം. എന്നിട്ട് നമുക്ക് ഫ്രണ്ട് പീസ് മാത്രം എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ അത് ചെയ്യാം നമുക്ക്. ആദ്യം സ്ലീവാണ് വെട്ടണം കേട്ടോ. ഇതേപോലെ സ്ലീവ് വെട്ടി കൊടുക്കുന്നുണ്ട്. സ്ലീവ് വെട്ടി മാറ്റി അതിൻ്റെ സെൻറ്റർ അറിയാൻ വേണ്ടി നമ്മളൊരു കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെൻറ്ററിൽ നോച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ആ പീസ് മാറ്റി വെച്ച് ഇനി നമുക്ക് ഇതേപോലെ തന്നെ നമ്മളുടെ കൈക്കുഴിയും കൂടി നമുക്ക് വെട്ടിയെടുക്കാം. കൈക്കുഴി വെട്ടി അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ചെസ്റ്റും വേസ്റ്റും ഒക്കെ വെട്ടി ഇതേപോലെ ഒരു ഫ്രീ സൈസിലാണ് നമ്മൾ ഹിപ്പിൻ്റെ അവിടെ അടയാളം നോക്കിയിട്ടില്ല. ഒരു ഫ്രീ സൈസായിട്ട് കിട്ടേണ്ടത് കാരണം നമ്മൾ ഹിപ്പ് അടയാളപ്പെടുത്തണില്ല.
അപ്പോൾ ആ ഒരു ഭാഗം കഴിഞ്ഞ് ഇനി നമുക്ക് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. സെപ്പറേറ്റ് ചെയ്ത് കൊടുത്ത് അതിന് ശേഷം നമുക്ക് ഈ ബാക്കിലെ പീസിൻ്റെ കഴുത്തും കൂടി വെട്ടിയിട്ട് അങ്ങോട്ട് മാറ്റി വെക്കുക. താഴെ ഞാൻ ബാക്ക് കഴുത്തിൻ്റെ ഇത് അടയാളപ്പെടുത്തിയതാണ്. അപ്പോൾ ബാക്കിലെ കഴുത്ത് നമ്മൾ 3 ഇഞ്ച് നീളവും 2.25 ഇഞ്ച് വീതി എടുത്തിട്ട് വെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്ക് പീസ് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പീസാണ് ആവശ്യം. അത് ഇതേപോലെ വിരിച്ചിടുക. ഇതേപോലെ വിരിച്ചിട്ടിട്ട് നമ്മളിവിടെ ഈ ഫോൾഡ് ചെയ്ത ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്ക് 5 ഇഞ്ച് എടുത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഇതേപോലെ ഈ ഫോൾഡ് ചെയ്ത ഭാഗത്തുനിന്ന് 5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി ആ ഭാഗത്തുനിന്ന് താഴേക്ക് 11 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ നമ്മളൊരു ബോക്സ് രൂപത്തിലാക്കി ഇതിങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ബോക്സ് രൂപത്തിലാക്കി വരച്ച് കൊടുത്തത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇനി ഈ പീസ് നമുക്ക് നീക്കി വെച്ചിട്ട് ഈ ഒരു പീസിൽ നമ്മൾ ഈ വെട്ടി വെച്ച ഈ പീസിൽ നമ്മൾ ഇവിടെ ഫ്രണ്ട് കഴുത്ത് 2.25 ഇഞ്ച് വീതിയും 6 ഇഞ്ച് നീളമുള്ള ഫ്രണ്ട് കഴുത്ത് യു ഷേപ്പ് വരച്ച് നമ്മൾ നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ എൻ സ്റ്റൈൽ മോഡൽ നൈറ്റിക്ക് കൂടുതലായിട്ടും യു ഷേപ്പ് തന്നെയാണ് കേട്ടോ വരുന്നത്. അതിപ്പോൾ ഒട്ടും തയ്യലറിയാത്തവർക്ക് അത് എളുപ്പമായിട്ടുണ്ടാവും. അത് അങ്ങനെ ഒരു മോഡൽ അവർ വെച്ചത്. അപ്പോൾ നമുക്ക് ഈ ഒരു പീസിൻ്റെ ഈ ഫ്രണ്ട് കഴുത്ത് വെട്ടിയെടുത്ത് എന്നിട്ട് ഈ ഒരു പീസിൻ്റെ സെൻറ്റർ ഭാഗവും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കുക. രണ്ട് പീസായിട്ട് കിട്ടി. ഇതേപോലെ 2 പീസായിട്ട് കിട്ടി. ഇതിപ്പോൾ നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യും, ഇതേപോലെ തന്നെ ഒരു പീസ് ഏതെങ്കിലും ഇതിനോട് ചേർന്നൊരു പീസ് എടുത്തിട്ട് ഇനി ലൈനിങ് ആയിട്ട് നമ്മളൊന്ന് ഒരു തുണി വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ലൈനിങ് ആയിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്തും ഇതേപോലെ 2 ഭാഗത്തും പൈപ്പിങ് ചെയ്ത് കൊടുക്കുക. ഇവിടെയും ഇങ്ങനെ പൈപ്പിങ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം ഈ പീസ് നമ്മുടെ സ്കേർട്ടിൻ്റെ ഈ ഒരു ഫ്രണ്ട് പീസുമേൽക്ക് നമുക്ക് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ജോയിൻ്റ് ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യാസം വരും. നമ്മളിപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് പിന്നെ സ്റ്റിച്ച് ചെയ്തൊക്കെ കഴിയുമ്പോൾ അതിന് കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ നമ്മളതനുസരിച്ചിട്ട് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിരിക്കുള്ളൂ. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ഒക്കെ കുറവ് വരും. അപ്പോൾ ഇവിടെ നമ്മൾ ജോയിൻ്റ് ചെയ്ത് വെക്കുമ്പോൾ ഇവിടെ കുറച്ച് കൂടുതലൊക്കെ വരും. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം, സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ വെട്ടിയെടുത്തിട്ടില്ലേ ഈ 2 പീസിൻ്റെ താഴെ ഞാൻ അതിനോട് ചേർന്നൊരു കളറ് ഇതേപോലെ ലൈനിങ് ജോയിൻ്റ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ 2 പീസ് വെട്ടിയെടുത്തിട്ട് കൂട്ടിച്ചേർത്തി കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് കഴുത്തിൻ്റെ ഭാഗത്തും ഈ സെൻറ്ററിലും ഈ 3 സൈഡിലും നമുക്ക് പൈപ്പിങ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് അത് കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു സൈഡും മടക്കി വെച്ച് അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പീസ് എൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഈ ഒരു ക്രോസ് പീസ് വെച്ച് കൊടുത്തിട്ട് 4 ഇഞ്ച് അകലത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തയ്യൽ തുമ്പിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതേപോലെ 4 ഇഞ്ച് അകലത്തിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഒരേ അളവിൽ തന്നെ
നമ്മളെല്ലാ ഭാഗങ്ങളും ഇതേപോലെ പൈപ്പിങ്ങിന് വേണ്ടിയായിട്ടാണെങ്കിലും കഴുത്തിൻ്റെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. 1/4 ഇഞ്ച് അകലത്തിൽ തന്നെയാണെങ്കിൽ എല്ലാ ഭാഗത്തും അതേപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ സെൻറ്ററിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. അടുത്ത പീസും ഇതേപോലെ വെച്ച് അതിൻ്റെ മുകളിലും ഈ ഒരു ക്രോസ് പീസ് വെച്ച് കൊടുത്തതിന് ശേഷം കൊണ്ടുവരാം. എന്നിട്ട് ഇതേപോലെ കഴുത്തിൻ്റെ അവിടെ കോർണറിലെത്തുമ്പോൾ കുത്തി നിർത്തുക. എന്നിട്ട് ഇതേപോലെ വെച്ച് കൊടുത്ത് കഴുത്തിൻ്റെ ഈ അറ്റത്തേക്ക് വരെയും തയ്ച്ചു കൊടുക്കുക കേട്ടോ. അതൊന്ന് നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഇതേപോലെ ഈ തയ്യൽ തുമ്പ് ഈ ക്രോസ് പീസിൻ്റെ ഉള്ളിലേക്ക് വന്ന വിധത്തിൽ വെച്ചിട്ട് ക്രോസ് പീസ് താഴേക്ക് ഈ തുണിയുടെ താഴേക്ക് മടക്കി ഉരുട്ടി വെക്കുക. നേരിയതാക്കി ഉരുട്ടി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ക്രോസ് പീസ് ഒട്ടും തയ്യൽ കയറാതെ തന്നെ തയ്ച്ച് അറ്റം വരെ കൊണ്ടുവരിക കേട്ടോ. നേരിയ പൈപ്പിങ് മതി കേട്ടോ. അപ്പോൾ ഇതിന് പകരം നമ്മൾ ത്രെഡ് ഇട്ടടിച്ചാലും ഇതിനേക്കാളും ഭംഗിയായിട്ട് കിട്ടും കേട്ടോ. നമുക്ക് ത്രെഡ് ഈ ക്രോസ് പീസിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പൈപ്പിംഗ് ത്രെഡ് എന്നും പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. അത് നമ്മൾ ഈ ക്രോസ് പീസിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അത് നല്ലൊരു ഭംഗിയായിട്ട് നല്ല പൈപ്പിങ് നല്ല ഫിനിഷിങ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. വീതി കുറച്ച് തന്നെ കിട്ടും നമുക്കതാവുമ്പോൾ. അത് ഇങ്ങനത്തെ തന്നെ പൈപ്പിങ് കാണിക്കണമെന്ന് വെച്ചാൽ അറിയാത്തവർക്ക് ഇത് ചെയ്ത് തന്നെ നല്ല എക്സ്പീരിയൻസ് ആയാലാണ് ത്രെഡിലൊക്കെ ഇട്ട് ത്രെഡ് കൊണ്ടൊക്കെ തയ്ച്ചെടുക്കുമ്പോൾ നല്ല ഫിനിഷിങ് ആയിട്ട് കിട്ടുള്ളൂ. ഉരുട്ടി വെച്ചിട്ട് നമ്മൾ ഈ അറ്റം വരെ ഇതേപോലെ ഇപ്പോൾ കഴുത്തിൻ്റെ ഭാഗവും സെൻറ്റർ ഭാഗവും കൂടി നമ്മളിപ്പോൾ പൈപ്പിങ് ചെയ്ത് കൊടുത്ത് ഇനി ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതേപോലെ പൈപ്പിങ് ഇതേപോലെ പീസ് ഇതേപോലെ കിട്ടി. ഈ കഴുത്തിൻ്റെ ഭാഗവും ഈ സെൻറ്ററും കൂടി നമ്മൾ പൈപ്പിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്നൊരു തുണി എടുത്തിട്ട് ഇതേപോലെ ഒരു തുണി എടുക്കുക. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് മടക്കി വെച്ചിട്ട് ഈ പീസിൻ്റെ താഴെ വെച്ച് കൊടുക്കുക. ഈ ചെറിയ പീസ് ഈ പീസുകളുടെ താഴെ വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇതൊന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കഴുത്തിൻ്റെ ഭാഗം എപ്പോഴും ശ്രദ്ധിക്കണം. കഴുത്ത് കറക്റ്റായിട്ടായിരിക്കണം വരുന്നത് കേട്ടോ. ഈ 2 പീസ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ കഴുത്തിൻ്റെ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം വെക്കാനായിട്ട്. എന്നിട്ട് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇട്ടിട്ട് നിർത്തുക. കട്ട് ചെയ്ത് കൊടുത്ത് ഇനി ഇവിടെ ബാലൻസ് തന്നെ പീസൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് കറക്റ്റാക്കി കൊടുക്കാം. ഇനി അതിന് ശേഷം നമുക്ക് ഈ ഒരു 3 വശവും കൂടി പൈപ്പിങ് ചെയ്ത് കൊടുക്കണം. അതിന് നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ പീസ് വെക്കുക. ഇതേപോലെ മുകൾ ഭാഗത്ത് വെച്ച് കൊടുക്കുക ക്രോസ് പീസ്. എന്നിട്ട് 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
കോർണറിലെത്തുമ്പോൾ കുത്തി നിർത്തുക. തിരിച്ച് ഇങ്ങോട്ടേക്ക് തയ്ച്ചു കൊടുക്കുക. ഈ കോർണറിലെത്തുമ്പോൾ കുത്തി നിർത്തുക. എന്നിട്ട് പിന്നെ തിരിച്ച് ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് നേരത്തെ ചെയ്ത് കൂട്ട് തന്നെ നമുക്ക് ഈ തയ്യൽ തുമ്പ് വന്ന ഈ ഭാഗം ക്രോസ് പീസിൻ്റെ ഉള്ളിലേക്ക് വരുന്ന വിധത്തിൽ ക്രോസ് പീസ് മടക്കി ഉരുട്ടി താഴേക്ക് വെച്ച് കൊടുക്കുക. നേരിയതായിട്ട് ക്രോസ് പീസ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നേരിയ വീതി മതി. അതാണ് എപ്പോഴും പൈപ്പിങ്ങിന് ഭംഗി കേട്ടോ. കോർണറിൽ നിർത്തി നേരത്തെ ചെയ്ത് കൂട്ട് തന്നെ അറ്റത്തേക്ക് തയ്ച്ചു കൊടുക്കണം കേട്ടോ. ഷോൾഡറിൻ്റെ അവിടെ എത്തി ബാക്കിയുള്ളതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കറക്റ്റാക്കിയിട്ട്. അപ്പോൾ ഇതേപോലെ കിട്ടും. ഇനി ഈ പീസ് നമുക്ക് ഫ്രണ്ടിലെ ഒരു പീസിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് നമ്മൾ ഫ്രണ്ട് പീസ് എടുക്കുക. നമ്മൾ കട്ട് ചെയ്ത ഭാഗമില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ഇതിന് കുറച്ച് ലെങ്ത്തും അതേപോലെ വിഡ്ത്തുമൊക്കെ കുറയും. അപ്പോൾ അതനുസരിച്ച് നമ്മളിവിടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി, നമ്മളിവിടെ ഈ ഷോൾഡർ കൂട്ടിയെടുത്തപ്പോൾ എന്തിനാണ് കൂട്ടിയെടുത്തത്, അരഞ്ച് കൂട്ടിയെടുത്തത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ പറയാമെന്ന് പറഞ്ഞില്ലേ, അത് നമ്മൾ ഈ ഇവിടെ ഒരു കട്ടിങ് ഇങ്ങനെ വരണ കാരണമാണ് നമ്മളിവിടെ രണ്ട് സൈഡ് ഇവിടെയും ഒരു 4 ഇഞ്ചോളം നമുക്ക് കുറയും, ഇവിടെയും ഒരു 4 ഇഞ്ചോളം നമുക്ക് തയ്യൽ തുമ്പ് പോകും. അപ്പോൾ 1/2 ഇഞ്ച് എന്തായാലും പോകില്ല. അതിന് വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ച് നമ്മൾ കൂട്ടി ഇവിടെ എടുത്തേക്കണത്. ഇനി ഇതിങ്ങനെ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് കണ്ട ഇതേപോലെ വെക്കുമ്പോൾ നമുക്ക് കുറച്ച് ഇവിടെ കൂടിയാണ് നിൽക്കണത്. ഈ ഒരു പീസ്, നമ്മുടെ ഈ പീസ് കുറച്ച് കൂടുതലുണ്ടാവും. ഈ ഒരു വാവട്ടം നമുക്ക് കൂടുതലായിട്ടായിരിക്കും ഇരിക്കണത്. കാരണം നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇത് കുറയുമല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 2-3 പ്ലേറ്റ്സ് ഇവിടെ ഈ സെൻറ്ററിൻ്റെ ഈ ഒരു ഇതിൻ്റെ സെൻറ്റർ ഇതേപോലെ നമ്മൾ എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് എടുക്കുക. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തിട്ട് ആ സെൻറ്ററിൻ്റെ ഭാഗത്ത് നമ്മൾ 2-3 പ്ലേറ്റുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആദ്യം തന്നെ 2-3 പ്ലേറ്റുകൾ ഇട്ട് കൊടുക്കാം കേട്ടോ. സെൻറ്ററിൻ്റെ ഭാഗത്തു നിന്ന് സെൻറ്ററിൻ്റെ ഈ ഭാഗത്തു നിന്ന് ഇപ്പുറത്തെ സൈഡിൽ 2 പ്ലേറ്റ് ഇട്ട് കൊടുക്കുക, അപ്പുറത്തെ സൈഡിൽ 2 പ്ലേറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ മൊത്തത്തിൽ 4 പ്ലേറ്റ് നമ്മൾ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. സെൻറ്ററിൻ്റെ വശം കൊണ്ട് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും.
ഇനി വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കുള്ളൂ. തയ്യൽ തുമ്പ് നമ്മളെന്തായാലും ഇതിൻ്റെ ഈ പീസുമ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ പീസ് നമ്മൾ ഇതിൻ്റെ മുകളിലാണല്ലോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ പീസ് തയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, അടിയിൽ തയ്യൽ തുമ്പ് കറക്റ്റായിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാക്കിയതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ വെക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ സെൻറ്ററിൽ നിന്ന് തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ഈ പീസില്ലേ, ഈ പീസിൻ്റെ സെൻറ്ററും ഈ പീസിൻ്റെ സെൻറ്ററും കൂടി ഒന്നിച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. സെൻറ്ററിൽ നിന്നാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഭാഗത്തേക്ക് അടിച്ചിട്ട് ഈ ഭാഗം ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ട് പിന്നെ അപ്പുറത്തെ വശം അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് രണ്ട് സൈഡിലും കിട്ടുന്നുണ്ടാന്ന് നോക്കണം. കറക്റ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി മുകളിലേക്ക് ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് ഈ പീസ് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ തയ്യൽ തുമ്പ് താഴെ കറക്റ്റായിട്ട് ഉണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഭാഗത്ത് വരുമ്പോൾ കുറച്ച് എന്തായാലും ഷോൾഡറിൻ്റെ ഭാഗത്ത് വരുമ്പോൾ കുറച്ച് പീസ് കൂടുതലുണ്ടാവും. അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. രണ്ട് വശവും അങ്ങനെ ഉണ്ടാവും. ഒരു 4 ഇഞ്ചോളം ഈ വശവും നമുക്ക് അതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ സെൻറ്ററിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഈ ഭാഗത്തേക്കും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണത്. കോർണറിലെത്തുമ്പോൾ ഇതേപോലെ കുത്തി നിർത്തി ഷോൾഡറിൻ്റെ ആ ഭാഗത്തേക്ക് മുകളിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെയും ഒരു 4 ഇഞ്ചോളം നമുക്ക് കൂടുതൽ വരും. അത് നമുക്കൊന്ന് ബാലൻസ് തന്നെ പീസ് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു 4 ഇഞ്ചേ വരുള്ളൂ. അപ്പോൾ ഇതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കിട്ടും. അപ്പോൾ ഇവിടെ ഒരു 3-4 പ്ലീറ്റുകൾ കിട്ടും. അതൊരു ഭംഗിയാണ് അങ്ങനെ കാണുമ്പോൾ. എന്നിട്ട് നമുക്കിനി ഇതിൻ്റെ മുകളിൽ ഞാൻ ഇതേപോലെ നമ്മളൊരു ബോയൊക്കെ തയ്ച്ചിട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതൊന്ന് ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. നൂലൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു നല്ലൊരു നെക്കിൻ്റെ മോഡൽ കിട്ടി നമുക്ക്. എന്നിട്ട് ഇതിൻ്റെ ഒരു മുകളിലായിട്ട് ഇതേപോലെ ഒരു ബട്ടൺസും കൂടി വെച്ച് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് കഴിയണ ഒരു നെക്ക് ഡിസൈനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഒരു എൻ സ്റ്റൈൽ മോഡലിൽ നല്ല എളുപ്പമുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ആകെ ചെറിയൊരു വ്യത്യാസം വന്നത് ഈ ഇവിടെ ഒരു
വാവട്ടം വരുമ്പോൾ ഒരു 3-4 പ്ലേറ്റുകൾ ഇട്ട് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ അതേപോലെ നല്ല കറക്റ്റായിട്ട് കിട്ടി. നല്ല അടിപൊളി ഒരു ഡിസൈനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി വേറൊരു നല്ല അടിപൊളി ഒരു വീഡിയോ ഇട്ട് വരുന്നതിൽ എല്ലാവർക്കും താങ്ക് യു.